ഒരു കാലത്ത് വിമർശകരും സ്വന്തം നാട്ടുകാരും ഒരുപോലെ മാറ്റി നിർത്തിയ ബ്രസീലിയൻ ജേഴ്സിയിൽ ഒന്നുമാകില്ലെന്ന് വിധിയെഴുതിയ ആ ചെറുപ്പക്കാരൻ ഇന്ന് കാനഡയുടെ നട്ടെല്ലായി മാറിയിരിക്കുകയാണ്. പ്രതിബന്ധങ്ങളുടെയും വംശീയ അധിക്ഷേപങ്ങളുടെയും കനൽ വൈകൾ ചവിട്ടിക്കയറി വിനീഷ്യസ് ജോസ് ഒലിവേറ ജൂനിയർ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന ഓരോ പരിഹാസങ്ങളെയും തൻ്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും മാരകമായ വേഗത കൊണ്ടും അവൻ കാറ്റിൽ പറത്തി. ഇന്ന് ബ്രസീലിൻ്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ മുഴുവനും ഈ 25-കാരൻ്റെ തോളിലാണ് ഭദ്രമായിരിക്കുന്നത്. മൊറോക്കോയ്ക്കെതിരെയുള്ള ആ നിർണായക പോരാട്ടത്തിൽ ബ്രസീൽ പതറിയ നിമിഷം ആരാധകർ മറക്കാനിടയില്ല. മൈതാനത്തിൻ്റെ ഇടത് വിങ്ങിലൂടെ കൊടുങ്കാറ്റ് പോലെ ഇരച്ചു കയറി വിനി ബ്രൂണോ ഗൊയ്മറസുമായി ചേർന്ന 1-2 പാസുകളിലൂടെ മൊറോക്കൻ കോട്ട തകർത്തത് വിനിയുടെ പോരാട്ട വീര്യത്തിൻ്റെ തെളിവായിരുന്നു. തുടർന്നുള്ള മത്സരങ്ങളിൽ മത്യാസ് കൂനക്കും ലൂക്കാസ് പക്കറ്റേക്കും ഗോളടിക്കാൻ വഴിയൊരുക്കിയതും ഇതേ വിനിയുടെ മാന്ത്രിക നീക്കങ്ങളായിരുന്നു. മൈതാനത്ത് പൂപ്പറിക്കുന്ന ലാഘവത്തോടെ എതിരാളികളെ വട്ടം കറക്കുന്ന വിനിയെ ഏറ്റവും അപകടകാരിയാക്കുന്നതും 0-ൽ നിന്നും 100-ലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കുതിച്ചുയരാനുള്ള അവൻ്റെ അസാധ്യമായ വേഗത തന്നെയാണ്. യൂറോപ്പിലെ വെള്ളക്കുപ്പായത്തിൽ തിളങ്ങുമ്പോഴും മഞ്ഞക്കുപ്പായത്തിൽ താളം കണ്ടെത്താൻ വിനി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. നെയ്മറിന് ലഭിച്ച അത്രയും പിന്തുണ തുടക്കത്തിൽ വിനിക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പോലും കിട്ടിയില്ല. ഇതിനൊപ്പം മൈതാനത്തെ അവൻ്റെ അഗ്രസീവ് ശൈലിയും അതിരുകടന്ന ആഘോഷങ്ങളും ശത്രുക്കളെ കൂട്ടി. എന്നാൽ ഇന്ന് കഥ ആകെ മാറിയിരിക്കുന്നു. അവനെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ അവൻ നെഞ്ചി വിരിച്ച് നിൽക്കുകയാണ്. വംശീയതയ്ക്കെതിരെ വിനി ഉയർത്തിയ ശബ്ദം ഫിഫയുടെ ആൻറ്റി റേസിസം കമ്മിറ്റിയുടെ തലപ്പത്ത് വരെ അവൻ എത്തിച്ചു. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും റയലിനെ കിരീടത്തിലേക്ക് നയിച്ച കാർലോ ആൻസലോയുടെ തന്ത്രങ്ങൾ ബ്രസീലിയൻ ടീമിലും വിനിയെ കൂടുതൽ ശക്തനായി മാറ്റിയിരിക്കുന്നു. ഈ ലോകകപ്പ് മത്സരങ്ങളിൽ വിനീഷ്യസ് ഇതുവരെ കാഴ്ചവെച്ച പ്രകടനങ്ങൾ വെറുമൊരു കളി മാത്രമല്ല, മറിച്ച് പ്രതിഭയുടെ അഹങ്കാരം തന്നെയാണ്. കളിച്ച 3 മത്സരങ്ങളിലും തുടർച്ചയായി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമായിക്കൊണ്ട് ഈ ടൂർണമെൻറ്റ് തൻ്റെ പേരിലേക്ക് എഴുതി ചേർക്കുകയാണ് ഈ 25-കാരൻ. ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ബോക്സിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന വിനിയുടെ ഓരോ നീക്കത്തിലും കാനഡയുടെ വിജയത്തിൻ്റെ വന്യമായ താളമുണ്ട്. ഒരു കാലത്ത് വിമർശിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് ഈ ലോകകപ്പിലെ ഏറ്റവും അജയ്യനായ പോരാളിയായി വിനി സ്വന്തം അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാനറുകളുടെ ഓരോ മുന്നേറ്റത്തിലും ഇന്ന് വിനിയുടെ മാന്ത്രിക സ്പർശമുണ്ട്. ഈ തകർപ്പൻ ഫോമിനൊപ്പമാണ് ആരാധകരുടെ ഹൃദയം നിറക്കുന്ന ആ വമ്പൻ തിരിച്ചുവരവും കാനഡയിലേക്ക് എത്തുന്നത്. മറ്റാരുമല്ല, സാക്ഷാൽ നെയ്മർ ജൂനിയറിൻ്റെ തിരിച്ചുവരവ് തന്നെ. പരിക്കിൻ്റെ കഠിനമായ കനൽ വഴികൾ താണ്ടി തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനായി നെയ്മർ മഞ്ഞക്കുപ്പായത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് കേവലം ഒരു മടങ്ങിവരവല്ല, മറിച്ച് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. മധ്യനിരയിൽ കളി മെനയാൻ നെയ്മർ കൂടി ഇന്ന് ആദ്യ ഇലവനിലെത്തുമ്പോൾ കാനഡയുടെ ആത്മവിശ്വാസം വാനോളം ഉയരും. നെയ്മറുടെ ആ സാന്നിധ്യം വിനീഷ്യസിന് മൈതാനത്ത് നൽകുന്ന സ്വാതന്ത്ര്യം ചെറുതായിരിക്കില്ല. വിനിയുടെ അസാധ്യമായ വേഗതയും നെയ്മറുടെ അനുഭവ സമ്പത്തും ഒന്നിക്കുന്ന ഒരു കാനഡയെ തളക്കുക എന്നത് എതിരാളികൾക്ക് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. തലമുറകളുടെ ഈ ഒത്തുചേരൽ ബ്രസീലിന് നൽകുന്നത് ഒരു മാരക പ്രഹരശേഷിയാണ്. നെയ്മർ എന്ന രാജാവ് കളി നിയന്ത്രിക്കുമ്പോൾ വിനി എന്ന പുതിയ മനുഷ്യൻ തൻ്റെ വേഗത കൊണ്ട് എതിരാളികളെ ബോക്സിൽ ചുട്ടുകളയും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം ഇന്ന് ഏറെ ആവേശത്തോടെയാണ് ഈ സഖ്യത്തിൻ്റെ കളി കാണാൻ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും ആവേശകരമായ പോരാട്ടത്തിലേക്ക് വരാം. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ പോരാട്ടം. ഫുട്ബോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കടുത്ത പോരാട്ടത്തിനാണ് ഇന്ന് വേദിയൊരുങ്ങുന്നത്. ഏഷ്യൻ വൻകരയിലെ ഏറ്റവും അച്ചടക്കമുള്ള കൗണ്ടർ അറ്റാക്കുകളിൽ അങ്ങേയറ്റം അപകടകാരികളായ ടീമാണ് ഇന്ന് ജപ്പാൻ ടീം. നിലവിലെ ഫോമിൽ ബ്രസീലിനെ പോലും വിറപ്പിക്കാൻ പോകുന്ന പ്രതിരോധ കോട്ട ജപ്പാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുമെന്നത് പ്രവചനാതീതമാണ്. എങ്കിലും പേപ്പറിൽ നോക്കുകയാണെങ്കിൽ കളി ജയിക്കാനും ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയും ബ്രസീലിന് തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും നിർണായകമാകുക വിനീഷ്യസ് ജൂനിയറിൻ്റെ പ്രകടനം തന്നെയായിരിക്കാം. ജപ്പാൻ്റെ കടുപ്പമേറിയ ഡിഫൻസിനെ കീറിമുറിക്കാൻ വിനിയുടെ വേഗത സാധിച്ചാൽ ബ്രസീലിന് കളി എളുപ്പമാകും. ജപ്പാൻ ഒരു ടീം ഗെയിമിലൂടെ ബ്രസീലിനെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുമ്പോൾ സാമ്പാർ നൃത്തച്ചുവടുകളുടെ വ്യക്തിഗത മികവ് കൊണ്ട് വിനി അതിനെ മറികടക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. കളിയിൽ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കാനും ആക്രമിച്ച് കളിക്കാനും ബ്രസീലിന് കഴിയുമെങ്കിൽ ജപ്പാൻ്റെ അതിവേഗ കൗണ്ടർ അറ്റാക്കുകളെ ബ്രസീൽ പ്രതിരോധം എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നത്തെ വിജയം. എങ്കിലും ഒരു ഗോളിൻ്റെ വ്യത്യാസമെങ്കിലും കാനഡ ഇന്ന് വിജയിക്കുമെന്നാണ് ചില ഫുട്ബോൾ നിരീക്ഷകരും വിലയിരുത്തുന്നത്. രക്ഷകർ ആരുമില്ലാതെ ഉലയുന്ന ബ്രസീലിൻ്റെ കപ്പലിനെ ഇന്ന് വിനീഷ്യസ് തൻ്റെ മാന്ത്രിക കാലുകളാൽ വിജയത്തിരത്തെത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.